എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിലെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ പരസ്പരം ആരോപണവുമായി കൗൺസിലർ കലാരാജുവും CPIM നേതൃത്വവും. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെങ്കിൽ എന്തുകൊണ്ട് കലാരാജു അന്ന് തന്നെ പോലീസിനോട് പറഞ്ഞില്ലെന്ന് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് ചോദിക്കുന്നു. ഒരു പരിചയവുമില്ലാത്ത കലാരാജുവിനെ മാത്യു കോളനാടൻ ആശുപത്രിയിൽ നിന്ന് സ്വന്തം കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നും ആരോപണം ഉന്നയിക്കുന്നു. കലാരാജു ഇന്ന് പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റായ കാര്യങ്ങളാണ്. അവ പറഞ്ഞത് ഒന്ന് ഈ പാർട്ടി ഓഫീസിൽ വെച്ച് അവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും പരസ്പര വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് അവർ പറഞ്ഞത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ കത്തികാട്ടി അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും കലാരാജുവിൻ്റെ നാടകം പറയുന്ന നുണകൾ ഓരോന്നായി പൊളിയുന്നു എന്ന് വരുമ്പോൾ പുതിയ പുതിയ കഥകളുമായി വരികയാണ്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി വളരെ ഉത്സാഹത്തോടെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും നടന്നു പോയ കലാരാജു ഇന്ന് വീൽ ചെയറിലും അതോടൊപ്പം തന്നെ സ്ട്രെച്ചറിലും പ്രത്യക്ഷപ്പെടുന്നത് അനാരോഗ്യവതിയായി പ്രത്യക്ഷപ്പെടുന്നത് ദുരൂഹമാണ്. ഇതിനിടെ കലാരാജു പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തുവന്നു. CPM കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് സ്ഥലം വിൽപ്പനയിലൂടെ കബളിപ്പിച്ചു എന്ന പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ഈ കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ കലാരാജു പറയുന്നത് ഒരു ഭാഗം, CPM നേതൃത്വം പറയുന്നത് ഒരു ഭാഗം. ഇപ്പോൾ സംഭവങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഗോപികൃഷ്ണൻ, 18-ാം തീയതി ആരംഭിച്ച ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അത് വലിയ തോതിൽ വളർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കുഴലക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന 2 വാർത്തകൾ കൂടിയുണ്ട്. അതിൽ ഒന്ന്, ഈ ഏരിയ സെക്രട്ടറി അടക്കമുള്ള 5 പ്രതികൾ, 1 മുതൽ 5 വരെയുള്ള പ്രതികൾ എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നുള്ളതാണ്. ഇന്നലെ കലാരാജു രഹസ്യമൊഴി നൽകിയിരുന്നു. ആ രഹസ്യമൊഴിക്ക് പിന്നാലെ പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തി കൂടുതൽ അറസ്റ്റിലേക്കടക്കം നീങ്ങാനിരിക്കുന്ന സാഹചര്യമാണ്. അതിനിടെയാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട ആലുവ റൂറൽ SP വൈബ സക്സേന മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രഹസ്യമൊഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നോ നാളെയോ തന്നെ കൂടുതൽ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെ അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് കോടതി ഇന്ന് തന്നെ പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനിടെയാണ് കലാരാജു സംസ്ഥാന കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നമുക്ക് കിട്ടുന്ന സൂചനകൾ, വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഈ പരാതി വന്ന ഏറെ നാളുകളായെങ്കിൽ അതിൽ കേസെടുത്ത് 2 ദിവസം പിന്നിട്ടെങ്കിലും ഏരിയ സെക്രട്ടറി അടക്കമുള്ള ഒപ്പം കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അവരുടെ എല്ലാം അറസ്റ്റ് വൈകുന്നതിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. അതിനിടെ ഏരിയ സെക്രട്ടറി പരസ്യമായ ഒരു ശക്തി പ്രകടനമൊക്കെ കൂത്താട്ടുകുളത്ത് നടത്തുകയും ചെയ്ത് വലിയ വിവാദമാവുകയും ചെയ്തു. പോലീസ് പറഞ്ഞ ന്യായീകരണം കലാരാജുവിൻ്റെ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങൾ കൂടി കിട്ടിയ ശേഷമാണ് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതെന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്നലെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പിംഗ് കേസിലാണ് ഈ ഏരിയ സെക്രട്ടറി PB രതീഷ് 1-ാം പ്രതി, ഒപ്പം ഏരിയ കമ്മിറ്റി അംഗമായ സണ്ണി കുര്യാക്കോസ്, അദ്ദേഹം വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് കൂത്താട്ടുകുളം നഗരസഭയുടെ. അങ്ങനെ 5 പ്രതികളാണ് പ്രധാനമായി കേസിലുള്ളത്. അവരുടെ അറസ്റ്റിലേക്ക് അധികം വൈകാതെ പോലീസ് കടക്കും എന്നുള്ളൊരു സൂചനയാണ് റൂറൽ SPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജാമ്യാപേക്ഷ നിലവിൽ മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ ഇനി എങ്ങനെ പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം അടുത്ത 2 ദിവസത്തിനപ്പുറം എറണാകുളം ജില്ലാ സമ്മേളനമാണ് പാർട്ടിയുടെ. ആ സാഹചര്യത്തിൽ അറസ്റ്റിലേക്കൊക്കെ പോയാൽ വലിയ ഒരു പ്രതിരോധം പാർട്ടിക്ക് നേരിടേണ്ടി വരും. പക്ഷേ ഏതായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ എറണാകുളം ജില്ലാ സമ്മേളനം അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു അറസ്റ്റ് എങ്ങനെയാണ്? അത് സ്വാഭാവികമായും സമ്മേളനത്തിൽ അത് ചർച്ചയാകുന്നു. ആ ഘട്ടത്തിൽ അത് പാർട്ടിയെ കൂടുതൽ ദോഷം ചെയ്യും എന്നൊരു വിലയിരുത്തലുമുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.